ഹായ് ഹലോ, ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലൊരു സിമ്പിൾ റൈസിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ കാര്യമൊക്കെ ഉമ്മയാണ് നോക്കുന്നത്. അപ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരാൾ ചായ റെഡിയാക്കുമ്പോഴത്തേക്ക് മുറ്റടിച്ച് പരിപാടികളൊക്കെ കഴിക്കാമല്ലോ, അതിനു വേണ്ടി ഞാൻ വേഗം മുറ്റടിച്ച് വരാൻ വന്നതാണ്. അപ്പോൾ മുറ്റടിച്ച് വരുന്ന ഇടയിൽ കൂടി മോൾ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുറ്റടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ മോളെ പല്ല് തേച്ച് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ആൾ എണീച്ച് നല്ല ഉഷാറൊക്കെയാണ്. രാവിലെ തന്നെ ഇന്നെന്താ അറിയില്ല, നല്ല മൂഡാണ്. അപ്പോൾ ഞാൻ അവൾക്ക് പല്ല് തേക്കുന്നതിൻ്റെ കൂടെ തന്നെ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം പാർന്നൊക്കെ കൊടുത്ത് റെഡിയാക്കുകയാണ് അവളെ. അത് കണ്ട നല്ല സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ മോളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം ഞാനും അവളും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അലക്കിയൊക്കെ ഇട്ട് പിന്നാണ് ഞാനിന്ന് അടുക്കളയിലേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലഞ്ചിൻ്റെ പരിപാടി നോക്കുന്നത്. അതിനായിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒന്നിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ജ്യൂസ് അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പട്ട, ഗ്രാമ്പു, ഏലക്കായും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.